ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ കർട്ടൻ ഓപ്പൺ ചെയ്തതും ഇവരെയാണ് കേട്ടോ കണ്ടത്. വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ കുറേ പേര് പറന്നുപോയി. ചോറും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായ കാരണം എന്തായാലും വെള്ളം വെച്ച് കൊടുക്കും. അങ്ങനെ ഇവരിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനൊരു സന്തോഷമാണ്. നേരെ പിന്നെ കിച്ചണിലേക്ക് കണ്ടോ. 2 മാസത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് ഇവക്കുട്ടിക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട്. 4:45 ആയിട്ടുള്ളൂ കേട്ടോ. അവളുടെ സ്കൂളിലെ കാര്യം മാത്രമല്ല, ഏട്ടന് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ വീക്കെൻഡായിട്ട് എൻ്റെ ബ്രദറും വന്നിട്ടുണ്ട്. അപ്പോൾ അവന് 5:30 ആകുമ്പോൾ ഇവിടുന്ന് പോകണം. ആൾ പോകുമ്പോഴത്തേനും ചായ പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഇഡലിക്ക് വെച്ചിട്ടുണ്ട്. ഇഡലി എളുപ്പപ്പണിയായ കാരണം മിക്ക ദിവസം ഇതൊക്കെ തന്നെയാണ്. പിന്നെ കൂടെ ചായ വയ്ക്കുന്നുണ്ട്. ഓംലേറ്റ് ഉണ്ടാക്കാനുണ്ട്. ചോറിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ് കേട്ടോ. ചോറും കറിയൊക്കെ തലേസയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രദർ പോകുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാറുണ്ട്. കൂടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും. അതിന് അവനൊരു മുട്ട ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കുറച്ച് തട്ടിക്കൂട്ട് പണികളാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രാവിലെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഇഡലി വേഗം കിട്ടാൻ വേണ്ടിയിട്ട് കിണ്ണത്തിൽ വെള്ളം വെച്ചിട്ട് അതിലിറക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോണിൽ തോണ്ടുന്നതുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുക്കും. കമ്പനിയിലെല്ലാം ഇവിടെ അടുത്തുനിന്ന് ഒരു വേറെ ചേട്ടൻ പോകുന്നുണ്ട് കമ്പനിക്ക്. അപ്പോൾ അവിടെ ആക്കി കൊടുക്കുക ചെയ്യുക. വന്നിട്ട് റെഡി ആയിട്ട് വേണം ഹസ്ബൻഡിന് പോകാൻ. ഒരേ കമ്പനിയാണ്, പക്ഷേ പല സ്ഥലത്തായിട്ടാണ് കേട്ടോ അവർ വർക്ക് ചെയ്യുന്നത്. ഇവക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ എണീക്കുന്നതിൻ്റെ മുന്നേ അവളുടെ സ്നാക്സൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഒരെണ്ണത്തിൽ വാട്ടർമെലനും മുന്തിരിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡലിയും ചട്നിയാണ്. പിന്നെ കുഞ്ഞൊരു ബോക്സിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. ചിലപ്പോൾ വണ്ടിയിൽ നിന്നായിരിക്കും കഴിക്കുക. ഇനി ഇവക്കുട്ടിയുടെ ബാഗിനകത്ത് എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. വെക്കേഷനായിട്ട് ഹോംവർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്സൊന്നും തന്നു വിട്ടിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ മെയിലായിട്ട് കുറച്ച് ലിങ്കുകളൊക്കെ അയച്ചു തന്നിട്ടായിരുന്നു. നമുക്കത് യൂട്യൂബിൽ റെഫർ ചെയ്യാനും കണ്ടു പഠിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഈ ഒരു ആൽബം നമ്മൾ കുട്ടികൾ വീട്ടിൽ വെക്കേഷൻ ടൈമിൽ ചെയ്തിരുന്ന അവരുടെ മെയിനായിട്ടുള്ള ഹോബീസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പിന്നെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു ആൽബം കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് എടുത്ത ആൽബമാണിത്. പിന്നെ ഡയറി ബുക്ക് മാത്രമാണ് വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. അങ്ങനെ ഈ 2 സംഭവമാണ് മെയിനായിട്ട് ബാഗിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവക്കുട്ടിയുടെ ഒരു പെയർ ഡ്രസ്സ്, അത് നമ്മൾ എപ്പോഴും ബാഗിൽ തന്നെ വെക്കണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വെറ്റർ വെക്കുന്നുണ്ട്. വണ്ടിയിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും നല്ല തണവായിരിക്കും. അപ്പോൾ സ്വെറ്റർ എന്തായാലും വെക്കണം. പിന്നെ ID കാർഡ് മറക്കാതിരിക്കാൻ വേണ്ടി ബാഗിൽ തന്നെ വെക്കുന്നുണ്ട്. ഇവർക്ക് പിന്നെ ഫുഡൊന്നും വേറെ കിറ്റിലാക്കിയിട്ടോ അങ്ങനെയൊന്നും കൊടുത്തുവിടാൻ പാടില്ല, ബാഗിൽ തന്നെ വെക്കണം. അപ്പോൾ 2 സ്നാക്സിൻ്റെ ബോക്സും ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ 2 നാപ്കിൻ വെക്കണം. അത് ഒരെണ്ണം കഴുത്തിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഫുഡ് കഴിക്കുമ്പോൾ ഡ്രസ്സിലാവാതിരിക്കാൻ. പിന്നെ ഒരെണ്ണം ടേബിളിൽ വിരിക്കാൻ. ബോക്സ്, പെൻസില്, ക്രയോൺസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാഗിൽ വെച്ചെന്നേ ഉള്ളൂ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് അച്ഛൻ റെഡി വാ. പിന്നെ അച്ഛൻ പോട്ടോ വാ. അടകളെ നമ്മള് വെയിറ്റുണ്ടാവും അവിടെ. അതിനേക്ക് വാ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഫോണിലേക്ക് പറഞ്ഞേ. പറ ഗുഡ് മോർണിംഗ് പറ. ഇങ്ങോട്ടേക്ക് പറ. ഇവക്കുട്ടീനെ ഒരുവിധം കുത്തിപ്പൊക്കി എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ചായ കുടിക്കാനായിട്ട് കൊടുന്നിരുത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട്. ഇനി ആദ്യം മുതൽ ഇങ്ങനെ ശരിയായി വരണം. ഇപ്പോൾ ഒരു അരക്കഷ്ണം ഇഡ്ഡലി എടുത്തിട്ട് കൊടുത്തു വെക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, വേണ്ടാന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെ കഴിച്ചൊന്ന് ശീലമാവണം. അതുവരെ കഴിക്കലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പോവുക തന്നെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ കൊണ്ടുപോകുന്ന കാരണം കുഴപ്പമില്ല, അവിടെ നിന്ന് കഴിച്ചോളും. ചായ കുടിയൊക്കെ കഴിഞ്ഞൊന്ന് മേല് കഴുകിയപ്പോൾ ഇവക്കുട്ടി ഉഷാറായിട്ടുണ്ട്. റെഡി ആവാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സോക്സൊക്കെ ഇടിച്ച്
ക്രീമും പൗഡറൊക്കെ ഒന്ന് തേച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി വിടും. മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാരണം അതിനൊക്കെ ഒരു സൗകര്യമാണ്. പിന്നെ മുടി ഒന്ന് കെട്ടി വയ്ക്കണം. മുടി കെട്ടണമെങ്കിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നേരില്ലാത്ത കാരണം ഉള്ള അഭിപ്രായങ്ങളൊന്നും നോക്കുന്നില്ല. ഒരു നെറുക കഴിഞ്ഞിട്ട് 2 ഭാഗം കൊമ്പ് പോലെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് മുടഞ്ഞിടണം, ബാർബിനെ പോലെ കെട്ടണം, അങ്ങനത്തെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ. അതൊക്കെ എന്നുള്ളതാണ്, ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും. പോട്ടാ അത് പിന്നെ അടുത്തേക്ക് ആകും പോയിക്കോ. അത് ശരിയാക്കോ. പിന്നെ ലേറ്റ് ആയിട്ടുള്ള കാരണം ഏട്ടൻ സ്പീഡിൽ റെഡി ആയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവക്കുട്ടിയാണെങ്കിൽ ആടിപ്പാടിയാണ് വരുന്നത്. അച്ഛനും മോളും മത്സരിച്ച് ഷൂ ഒക്കെ ഇടുന്നുണ്ട്. ഇവക്കുട്ടി ഞാനും ഒറ്റയ്ക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇടാനായിട്ട് ഇരുന്നതാണ്. പിന്നെ ശരിയാവാതെയപ്പോൾ ഏട്ടൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഗാർഡൊക്കെ ഇട്ട് റെഡി ആയിട്ട് ബാഗ് എടുത്തപ്പോൾ ഇവക്കുട്ടിയുടെ സ്ഥിരമായിട്ടുള്ള പരാതികളൊക്കെ ഇവിടെ പൊന്തി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെന്നുള്ളതാണ് കേട്ടോ ബാഗ് കയ്യിലെടുത്താൽ. അമ്മ പിടിക്കാട്ടാ. അമ്മ പിടിച്ചല്ലേ, അമ്മ പിടിച്ചരാ. സ്കൂളിക്ക് അമ്മ എങ്ങനെയാടാ പോവാ? ബാഗ് സ്കൂളിൽ ഇറങ്ങിയ പിടിക്കാൻ വയ്യാന്ന്. താഴെ ഇറങ്ങി ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ട്, എന്തായാലും ഞാൻ മാത്രമല്ലല്ലോ എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. പക്ഷേ സ്കൂളിലേക്ക് ആരുമില്ല കേട്ടോ, അവരൊക്കെ വേറെ വേറെ സ്കൂളാണ്. ബസ് പോകും എന്ന് പറഞ്ഞ് ഇവക്കൂട്ടിൻ്റെ അടുത്ത് പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ പറയാനുള്ളതൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ബസ് ഇന്ന് ലേറ്റാണ്. 6:50, 55 ആകുമ്പോഴാണ് ബസ് വരിക. പക്ഷേ സ്കൂളെല്ലാം ഓപ്പൺ ആയ ദിവസമായ കാരണം ഇന്ന് ഭയങ്കര ട്രാഫിക്കാണ് റോട്ടിൽ. അപ്പോൾ ഇവക്കുട്ടിയുടെ ബസ് ഇവിടെ 7:10 എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഇറക്കി കൊണ്ടുവന്നിട്ട് ബസ് വരാത്ത കാരണം അതിൻ്റെ ഒരു പരിഭവത്തിൽ നിൽക്കുകയാണ്. ഞാൻ സെറ്ററൊക്കെ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. ബസ്സിൽ കയറിയാൽ നല്ല തണവായിരിക്കും കേട്ടോ. അപ്പോൾ അതിനും പിണക്കാണ്, അതിനാണ് ഇപ്പോൾ ഈ ഇരിക്കണത്. നിന്നിട്ടും നടന്നിട്ടൊന്നും വയ്യ, എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവക്കുട്ടിയുടെ ബസ്സും ഡ്രൈവറെങ്കിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവുമെന്ന് പേടിച്ചിട്ടാണ് ഏട്ടൻ നേരത്തെ പോവാതെ മോളെ കയറ്റി വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണത്. ഏട്ടന് നല്ലോണം ലേറ്റായി. 6:15 ഇറങ്ങിയാലേ കറക്റ്റ് 7:00 ആകുമ്പോൾ ഏട്ടന് ഓഫീസിലെത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇവക്കുട്ടി പോകാൻ ലേറ്റായ കാരണം ഏട്ടന് ലേറ്റായി. ഇനിയിപ്പോൾ ട്രാഫിക്കിലൊക്കെ കിടന്ന് ഓഫീസിലെത്തുമ്പോഴത്തേനും ഒരു 9:10 മണി ആവുന്നുണ്ടാവും. അങ്ങനെ രണ്ടുപേരും യാത്രയാക്കിയിട്ട് ഞാനിനി വീട്ടിലേക്ക് പോവുകയാണ്. ബസ് കയറ്റാൻ പോയിട്ട് ആകെ ക്ഷീണിച്ചു. ഇവക്കുട്ടി ഇല്ലാത്ത കാരണം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1:30 ആകുമ്പോൾ ഞാൻ ഇവക്കുട്ടിനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ വരാനായിട്ടും ലേറ്റ് ആവുന്നുണ്ടാവും. ട്രാഫിക് നന്നായിട്ടുള്ള കാരണം എത്താനും ലേറ്റ് ആവുന്നുണ്ടാവും. എന്നാലും അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്.
ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ബസ് വരുന്നത്. രാവിലെ വെയിറ്റ് ചെയ്യുന്ന പോലെയുള്ള ഉച്ച ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. ഈടെ എങ്ങനെയുണ്ട്? വേഗം അമ്മ പിടിക്കാം. ഇങ്ങോട്ട് വരും, താഴെ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായാ? 82 ആയാ? KG 8 അല്ല, ബസ് നമ്പർ 82. അമ്മ പിടിക്ക ബാഗ്. അമ്മ പിടിക്കാടാ. ആ സൂപ്പർ ആയിരുന്നോ? ഇഷ്ടായാ? ഫ്രണ്ട്സ് ഒക്കെ വന്നിണ്ടാ? എന്താണ് ബാഗില്? ഇത് എവിടുന്ന മിഠായി? ഇതാര് തന്നെ കുട്ടിക്ക് മിഠായി? ടീച്ചർ മിഠായി തരുമോ? കൊള്ളാലോ, നല്ല സ്കൂളാണല്ലോ. എന്തിനാ? എന്താ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇവക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് മിഠായി കൊടുത്തില്ലല്ലോ നമ്മള്. പിന്നെ ഒരു ദിവസം കൊണ്ടുപോവാട്ടാ. ഇന്ന് എല്ലാരും കൊടുത്തിട്ടുണ്ടായിരുന്നോ? എത്ര ആള് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരാൾ 2 മിഠായി തന്നോ? വേറൊരു മിഠായി കൂടി കണ്ടല്ലോ അമ്മ. അതാരും എന്താ? അതെ, ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? എന്താ പഠിച്ചെന്ന് പോയിട്ട്? എന്താ പഠിച്ചു പോയിട്ട്? നല്ലതാ സ്കൂള്? എന്താ പഠിപ്പിച്ചെന്ന്? നല്ല വെയിലായിട്ടേ ഞാൻ വിയർത്ത് ഒലിച്ച്. സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോ ഏത് ഫ്രണ്ടിനെ കണ്ടു? ഇവിടെ ഹെന സാറ വന്നോ? സ്കൂളിൽ വന്നോ? എല്ലാരും വന്നോ ക്ലാസ്സിക്ക്? ആരാണ് ആബ്സെന്റ് ആയത്? കുറച്ചാള്. ആളുടെ പേരെന്താ? ബാഡ് ഗേൾ. കഴുകു പോയിട്ട് ഇങ്ങനെ നിക്കുക. ഇനി ഇവക്കുട്ടി ഫുഡ് കഴിക്കും, നമ്മള് കിടന്നുറങ്ങും അല്ലേ? ഇവക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. ബാക്കിലിരിക്കുന്നത് ബെഡാണ് കേട്ടോ. ഒരു സ്പെയർ ബെഡ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ബാക്കിൽ കാണുന്നത്. അല്ലെങ്കിൽ സൈഡിൽ താഴെ എവിടെയെങ്കിലും ചാരി വെച്ചാൽ ഈ കുട്ടി തട്ടിയിട്ട് അതിൽ ചാടി. തോന്നുന്നു ബിസ്ക്കറ്റാടാ. ഇവ വന്ന് ചെക്കിംഗ് ഒക്കെ തുടങ്ങി. ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. ബൈ പറഞ്ഞേ. ബൈ ബൈ ഗൈസ്.